സോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ നമ്മുടെ മാൻ സീരീസിൻ്റെ ബാക്കി വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ചെയ്തത് 18 to 19 ലെവൽ. സോ ഇന്ന് നമ്മൾ എങ്ങനെ 19 to 20 ലെവൽ ചെയ്ത് തീർക്കാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 19 ലെവൽ പാനൽ 19 to 20 എന്താണെന്ന് നോക്കാം. സോ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഗെയിൻ ദ ആക്സസ് ടു ദ നെക്സ്റ്റ് ലെവൽ യു ഷുഡ് യൂസ് ദ set your binary in the home directory, execute it without argument to find out how to use it. The password for this level can be found in the usual place, etc. Bandit pass after you have used the setui binary. So setui binary എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. സോ സെറ്റ് UID ബൈനറി അല്ലെങ്കിൽ സെറ്റ് UID ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ക്യാറ്റ് ക്യാറ്റ് ഒരു ഫയൽ, നമ്മൾ ക്യാറ്റ് റീഡ്മിന്ന് യൂസ് ചെയ്യുന്ന ഒരു ഫയൽ, ആ ഫയലിന് മുന്നേ നമ്മൾ ഈ സെറ്റ് UID യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് UIDയുടെ ഓണർ ആരാണോ അയാളായിരിക്കും ആ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലാണ്ട് നമ്മളായിരിക്കില്ല. അതായത് സപ്പോസ് ഞാനിപ്പോൾ കാളി യൂസറാണ്, പക്ഷേ ഞാൻ സെറ്റ് UIDയുടെ ഓണർ എന്ന് പറഞ്ഞാൽ വേറെ ഒരാളായിരിക്കും. അപ്പം ഞാൻ സെറ്റ് UID ക്യാറ്റ് റീഡ്മി എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഓണർഷിപ്പിലല്ലായിരിക്കും ആ ഫയൽ. സെറ്റ് UID എന്ന് പറഞ്ഞ ഫയൽ ആരുടെ ഓണർഷിപ്പിലാണുള്ളത് ആ ഇതായിരിക്കും അവിടെ, ആ ഓണറിൻ്റെ ഒരു ഇതിലായിരിക്കും, പെർമിഷനിലായിരിക്കും ആ ഫയൽ അവിടെ എക്സിക്യൂട്ട് ആവുക. ഇപ്പം നമ്മൾ വേറൊരു ഇത് നേരത്തെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെർമിഷൻ ഓഫ് ദ ഫയൽ ഓണർ ഇൻസ്റ്റെഡ് ഓഫ് ദ യൂസർ ഹു എക്സിക്യൂട്ടഡ്. അതായത് ആ ഫയൽ ആരാണോ എക്സിക്യൂട്ട് ചെയ്തത് അയാളുടെ പെർമിഷനിലല്ലായിരിക്കും ആ ഫയൽ അവിടെ റൺ ആവുക. ആ സെറ്റ് UID ഫയൽ ആരുടെ ഇതിലാണോ ഉള്ളത് ആ ഒരാളുടെ പെർമിഷനിലായിരിക്കും ആ ഫയൽ അവിടെ റൺ ആവുക. ഇപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. നമുക്ക് SSH bandit 19 active bandit .labs or the wire.org -p. ഓക്കെ, നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. സോ പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ലോഗിൻ ആയി. സോ ലോഗിൻ ആക്കിയപ്പോൾ നമുക്ക് അവിടെ ഒരു bandit 20/do എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. സോ ഈ ഫയൽ എന്ത് ടൈപ്പ് ഓഫ്, ഇപ്പോൾ ഞാൻ ഫയൽ എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഈ ഫയൽ എന്ത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന് നോക്കുകയാണ്. സോ അപ്പം അവിടെ സെറ്റ് UID എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടി. സോ ഇതന്നെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ഇവർ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കുമ്പോൾ, ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസ്വേഡ് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിക്യൂട്ട് ഇറ്റ് വിത്തൗട്ട് ആർഗ്യുമെന്റ് ടു ഫൈൻഡ് ഔട്ട് how to use the password for this level can be found on the usual place, etc. bandit pass bandit 20 ആയിരിക്കും. സോ ഈ bandit എന്ന് പറഞ്ഞ ഫയലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു bandit 20, അതായത് നെക്സ്റ്റ് ലെവൽ യൂസറിന്റെ പെർമിഷൻ ഉള്ളൊരു bandit ഫയൽ അല്ലെങ്കിൽ സെറ്റ് UID ഫയലാണ് അത്. അപ്പം നമുക്കതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള എക്സിക്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ./bandit ആ ഫയൽ നെയിം ക്യാറ്റ് നമ്മൾ ചെയ്യുന്നു, ക്യാറ്റ് ചെയ്യുന്നു etc bandit pass bandit 20. ഇതായിരിക്കും നമ്മുടെ അടുത്ത യൂസറിൻ്റെ പാസ്വേഡ്. അത് അടുത്ത യൂസറിൻ്റെ അല്ല, അടുത്ത ലെവലിലേക്കുള്ള പാസ്വേഡ്. സോ നമുക്ക് അടുത്ത ലെവലിനെ കൂടെ ചെയ്യാം, അത് കുറച്ചും കൂടെ എളുപ്പമാണ്. സോ എക്സിറ്റ് ചെയ്തു, bandit 20ലേക്ക് കയറണം. $120 അല്ല, 20 ആണ് ഗൈസ്. 20 കയറുന്നു. പാസ്വേഡ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റൻ എന്താ നമുക്ക് നോക്കാം. സോ 20 to 21. സോ 20 to 21 ക്വസ്റ്റൻ എന്താണെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക്, there is a set UID binary in the home directory that does the following. It make a connection to localhost on the port you specify as a command line argument. It then reads a line of the test from the connection and converts it to the password in the previous level. If the password is correct, it will translate the password for the next level.
ട്രൈ കണക്റ്റിംഗ് ടു യുവർ ഓൺ നെറ്റ്വർക്ക് ടു സി ഇഫ് ഇറ്റ് വർക്ക്സ് as you think. സോ സെറ്റ് യു ഐ ഡി ഒരു ഫയലുണ്ട്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ പാസ്വേഡ് നമ്മൾ ആ ഒരു സ്പെസിഫിക് പോർട്ടിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ലോക്കൽ ഹോസ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് യു ഐ ഡി യൂസ് ചെയ്തിട്ട് ഒരു യു ഐ ഡി ഫയൽ ഉണ്ടല്ലോ, ആ യു ഐ ഡി ഫയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ നമ്മൾ ലിസൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എക്കോ -n പാസ്വേഡ്. ഇപ്പം നമ്മളൊരു പൈപ്പ് ഇടുന്നു. NC ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. NC എന്ന് വെച്ചാൽ -l എന്ന് പറഞ്ഞാൽ ലിസണിങ്, -p ഒരു പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 2 3 4 എന്ന് പറഞ്ഞൊരു പോർട്ട് കൊടുക്കുന്നു. പിന്നെ ഈ ഒരു കമാൻഡ് ബാക്ക്ഗ്രൗണ്ട് റൺ ആണല്ലോ, അതിന് ഞാൻ ഇവിടെ ആൻഡ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുന്നു. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ സെറ്റ് യു ഐ ഡി യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പോർട്ട് ക്രിയേറ്റർ 1 2 3 4 അതിൽ ലിസൺ ചെയ്യുന്നു. ഓക്കെ, അത് ലിസൺ ചെയ്തപ്പോൾ നമുക്കുള്ള പാസ്വേഡ് കിട്ടി. ഇതാണ് 21ാമത്തെ ലെവലിലേക്കുള്ള പാസ്വേഡ്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.